ശബരിമല സ്വർണ്ണ കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെ ഇനിയും തള്ളിപ്പറയാതെ CPM നേതൃത്വം വിശ്വസിപ്പിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് കൂറ് പുലർത്തിയില്ല എന്ന നിലപാട് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസത്തെ പത്തനംതിട്ടയിലെ യോഗത്തിൽ പറഞ്ഞെങ്കിലും കൂടുതൽ ചർച്ചകളിലേക്ക് പോയില്ല. കുറ്റപത്രം വരുന്നതുവരെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് പാർട്ടി നിലവിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടി നേതൃത്വം പോകുമോ, പത്മകുമാറിനെ പൂർണ്ണമായും കൈവിടേണ്ട ഒരു സാഹചര്യം ഉടൻ വരുമോ എന്ന് നമുക്ക് വിലയിരുത്താം. തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ വി സെബാസ്റ്റ്യൻ എന്നോടൊപ്പം ചേരുകയാണ്. മാർഷലേട്ട, ഈ കൊടുങ്കൊള്ളയിലെ പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന് ഈ അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ എന്തുകൊണ്ടാണ് അതിലെ ഈ കിൻപിൻ എന്ന് ഇതുവരെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പത്മകുമാറിനെ പാർട്ടി തള്ളിപ്പറയാം? അതായത് CPM-നെ സംബന്ധിച്ചോളം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. കുറ്റാരോപിതനായ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പത്മകുമാർ. എന്നാൽ അദ്ദേഹം പ്രതിയാണെന്ന് കോടതി സ്ഥിരീകരിക്കുകയോ അതല്ല പാർട്ടിക്ക് ബോധ്യമാവുകയോ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ തന്നെയും ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഇതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും എങ്ങനെ നേരിടണം എന്ന വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാർട്ടി സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ്. 2, തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നവരും ശിക്ഷിക്കപ്പെടണമെന്നാണ്. 3-മത്തേത് തെറ്റ് ചെയ്തവർക്കൊപ്പം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് അത് തടയാതിരുന്നവർക്കും വീഴ്ച വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ SIT-യിൽ ചോദ്യം ചെയ്യാനായി SIT കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിനെ എത്തിക്കുന്നതിന്റെ ദൃശ്യമാണ്. SIT ആസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദൃശ്യം. ഇനി നാളെ വൈകിട്ട് വരെയാണ് SIT-യുടെ കൈവശം പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള സമയം. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് ആ ചോദ്യം ചെയ്യൽ പോകും. നാളെ വൈകിട്ട് കൂടെ ഇരുത്തി ഇനി മറ്റ് ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടോ, മറ്റാരുടെയും കൂടെ ഇരുത്തി പ്രധാനപ്പെട്ട തെളിവ് ശേഖരണം അടക്കമുണ്ടോ എന്ന് നമുക്കിനി അതിനെക്കുറിച്ച് പരിശോധിക്കുക കൂടി വേണം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാർഷൽ, നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെയെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? കാരണം ഇതിൽ ചിലർ പറയുന്നു ഒപ്പ് നിന്നവർ വെള്ളം കുടിക്കണമെന്ന് ശിവൻകുട്ടി അടക്കം പറയുന്നു, P. രാജീവ് തള്ളി പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭങ്ങൾ വരുമ്പോൾ അത് പാർട്ടി ഒരു പോയിന്റിലേക്ക് എത്തേണ്ട ഒരു സമയമല്ലേ ഇത്? അതിക്രമിച്ചില്ലേ അത്? അല്ല, അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചോളം ഇത് കോടതി നിശ്ചയിച്ച ഒരു ടീം, ആ SIT-ആണ് അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ് സർക്കാരും അതോടൊപ്പം തന്നെ CPM നേതൃത്വവും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ശരി അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളത്. ഇതിൽ തെറ്റ് ചെയ്തവർ എന്ന് SIT കണ്ടെത്തിയിട്ടുള്ള പ്രതിപട്ടികയിലുള്ളവരാണ്. SIT വിശ്വാസം, അതാണ് കോടതി. ഈ പാർട്ടിയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIT വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും പാർട്ടി നേതാക്കന്മാർ അന്വേഷണം വരുമ്പോൾ അവരെ ആ അന്വേഷണത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് തന്നെ SIT വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പത്മകുമാറിനെ ഏതെങ്കിലും തരത്തിൽ ഈ ഘട്ടത്തിൽ പുറത്തായി കഴിഞ്ഞാൽ പത്മകുമാർ എന്തെങ്കിലും തുറന്നു പറയുന്ന ഒരു ഭയം പാർട്ടിക്കുണ്ടോ? അത്തരം ഒരു ഭയം പാർട്ടി വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കാരണം ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ നിൽക്കുന്ന ഒരു കാര്യം, അതിൽ പാർട്ടി നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്ത് വരണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്, ആരൊക്കെ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടോ അവരാരായിരുന്നാലും ശരി, അത് മന്ത്രിയായിരുന്നാലും ശരി, പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും ശരി, പാർട്ടിയിൽ എത്ര ഉന്നതനായ നേതാവായാലും ശരി, അവർ പുറത്ത് വരണം. കാരണം ഇങ്ങനെയൊരു നിലപാടെ CPM-ന് സ്വീകരിക്കാൻ പറ്റൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, CPM-നെ സംബന്ധിച്ചോളം ഇത്തരം ഒരു അഴിമതി കേസ്, ഇത്തരം ഒരു മോഷണ കേസ്, അതിനകത്ത് പാർട്ടി നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവരെ പുറത്ത് കളഞ്ഞിട്ട് മാത്രമേ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയുള്ളൂ. ഈ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ, കാരണം അവിടെ ഒരു വിഭാഗീയതയൊക്കെ കൊടികുത്തിവാണ് സമയമൊക്കെ നമുക്കറിയാമല്ലോ. ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ അവിടെ എന്താണ് ഏകദേശം ഒരു നിലപാട്, അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിക്കും? അല്ല, ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാർ എന്ന് പറയുന്ന നേതാവ് ഇനി CPM-ൽ ഉണ്ടാകില്ല. അത് 100% ഉറപ്പാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അങ്ങനെയാണ്. ഇദ്ദേഹം ഇപ്പോൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ പോലും ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതിനകത്ത് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം SIT വെറുതെ അങ്ങ് കണ്ടെത്തില്ലല്ലോ. SIT വെറുതെ അങ്ങ് വാസുവിനെയും പത്മകുമാറിനെയും ഈ പ്രതിപട്ടികയിലേക്ക് എടുത്ത് വെക്കില്ലല്ലോ. ഇവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതാണ് ഞാൻ ഏറ്റവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് തെറ്റ് കണ്ടിട്ടും നടപടിയെടുക്കാതിരുന്നവർ കുറ്റക്കാരാണ്, അവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മനസ്സിലാക്കുന്നൊരു കാര്യം, CPM ഇദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തും. അതിനുശേഷം കുറ്റപത്രം വരുമ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് നേരെ പത്മകുമാർ പുറത്തുപോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഇടയിൽ അവരെ സംബന്ധിച്ചോളം സ്വാമി അയ്യപ്പൻ, ശബരിമല അവരുടെ ഒരു വികാരമാണ്. ഞാൻ പത്തനംതിട്ടയിലെ മാത്രം ചുരുക്കിയല്ല, ഞാൻ അവിടെ സ്ഥാനം അവിടെ ആയതുകൊണ്ട് പറയാണ്.
അവിടെയുള്ള ആളുകൾക്ക് വോട്ടർമാരെയൊക്കെ തന്നെ ഈ ഒരു ഫോർമുല, ഈ ഒരു സിദ്ധാന്തം ഗോവിന്ദമാഷ് പറഞ്ഞ് കുറ്റപത്രം വന്നതിന് ശേഷം നടപടിക്ക് ആ സിദ്ധാന്തം അവർക്ക് ദഹിക്കുന്നതാണോ? അല്ല, അത് തെരഞ്ഞെടുപ്പിൽ രൂക്ഷമായിട്ട് തന്നെ CPM-നെയും LDF-നെയും വാദിക്കാനിടയുണ്ട്. ഏറ്റവും പെട്ടെന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് പാർട്ടി മുഖം രക്ഷിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ ശബരിമല രാഷ്ട്രീയം ബാധിക്കും എന്ന് മാത്രമല്ല അതിൻ്റെ കറ പുരണ്ടിട്ടുണ്ട്. ചെമ്പ് തെളിയുന്നത് പാർട്ടിയുടെ കൂടിയായിരിക്കും. യെസ്, തീർച്ചയായും അതാണ്. അപ്പോൾ അധിക സമയമെടുക്കാതെ ഇക്കാര്യത്തിലൊരു നെല്ലും പതിരും ഒക്കെ തിരിയേണ്ട ഒരു സമയം പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്തുകൊണ്ട് ഈ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം മതി നടപടി എന്നതിലേക്ക് കഴിഞ്ഞ ദിവസം MP ഗോവിന്ദന്റെ ഈ പാർട്ടി യോഗത്തിലെ ഈ നിലപാട് പോയി എന്നുള്ളതാണ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നത്.